ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളൊക്കെ ഇല്ലാതാകാൻ ഏതൊരു അറിവ് പകർത്തി കൊടുത്താൽ മതി. ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ്റെ തന്നെ പല ഭാവങ്ങളാണ് എന്ന ബോധതലം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വലിയ വലിയ സമ്മേളനങ്ങളൊന്നും നടത്തണ്ട. ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മളുടെ മഹർഷീശ്വരന്മാരുടെ ഭണ്ഡാരത്തിലുണ്ട്. അത് ചെന്നെടുത്ത് ഒന്ന് പ്രകാശിപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബുദ്ധിപരമായിട്ട് മാത്രം ഈ അർത്ഥതലത്തെ ഉൾക്കൊണ്ടാൽ പോലും ജീവിതം സമാധാനപൂർണമാകും. ഇനി ഇതൊക്കെ കള്ളത്തരമാണെന്ന് വിചാരിക്കുക. നിരീശ്വരവാദികൾ പറയുന്ന പോലെ ഇതൊക്കെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കുക. അത് അംഗീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഈ തരത്തിൽ പറ്റിക്കപ്പെട്ടാൽ ലോകം സമാധാനപൂർണമാകുമെങ്കിൽ ആ പറ്റിക്കൽ നല്ലതല്ലേ? അതായത് ഈ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ് എന്ന് ഞാനടക്കമുള്ള ഭാരതീയ പാരമ്പര്യം പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ കള്ളം വിശ്വസിക്കുന്നതിൽ നിന്ന്, ആ കള്ളത്തിൽ നിലകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ലോകത്തിന് സമാധാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ, കോട്ടവല്ല നേട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ, പരസ്പര സാഹോദര്യവും പരസ്പരം സ്നേഹവും ബഹുമാനവുമാണ് വർദ്ധിക്കുന്നതെങ്കിൽ ഈ കള്ളത്തരം അഭിലഷണീയമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇത് കള്ളത്തരമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യം പോലുമില്ല. ഈ ചിന്താധാരയിൽ ഉണർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ലോക സമാധാനത്തിന് കാരണമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കള്ളമാകട്ടെ സത്യമാകട്ടെ, ചിന്മയി എന്ന നാമം കള്ളമായി കൊള്ളട്ടെ, അതൊക്കെ വെറുതെ തട്ടിപ്പ് പറയുകയാണ്. അങ്ങനെ ഒരു സാധനമില്ല, ശരി. പക്ഷേ ആ സാധനത്തെ അംഗീകരിച്ചാൽ, അതുണ്ടെന്ന് കരുതിക്കൊണ്ട് ജീവിച്ചാൽ, നമ്മൾ തമ്മിൽ പരസ്പരം വെട്ടിമരിക്കുന്നതിന് പകരം നമ്മൾ തമ്മിൽ പരസ്പരം അംഗീകരിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ ആ കള്ളത്തരം അഭിലഷണീയമല്ലേ? ആ കള്ളത്തരം ശ്രേഷ്ഠമല്ലേ? അപ്പോൾ ഇത് കള്ളാണോ ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടുന്ന ആവശ്യമില്ലാതെ തന്നെ ഇത് അഡാപ്റ്റ് ചെയ്യുന്നതോടുകൂടി ലോകം നന്മയിലേക്ക് എത്തും. ചിന്മയി ഒറ്റ നാമം മതി. ഈ ഒരൊറ്റ നാമം ഉൾക്കൊണ്ടാൽ അനുഭവിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അനുഭവത്തിലേക്ക് വരുമ്പോൾ കുറേ സമയം കഴിയും. പക്ഷെ ബുദ്ധിപരമായിട്ട് അത് ഉൾക്കൊണ്ടാൽ, ബുദ്ധിപരമായിട്ട് പലതും ഉൾക്കൊണ്ട്, അനുഭവിക്കാത്ത പലതും ഉൾക്കൊണ്ട്, ആ ഉൾക്കൊണ്ടതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. നമ്മൾ പലത് ചെയ്യുന്നതും അനുഭവിച്ചിട്ടല്ല, അറിവിൻ്റെ ഇൻഫർമേഷൻ്റെയൊക്കെ ബേസിസിലാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മളെന്നുള്ളത് കൊണ്ട് അങ്ങനെ ജീവിച്ചാൽ പോലും തെറ്റില്ല. ചിന്മയി ഒറ്റ നാമം.